ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. എന്ത് രസമല്ലേ? അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വ്ളോഗാണ്. ഞാനിവിടുന്ന് ഇന്ന് പോവാണ് തിരിച്ച്. സോ ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാൻ പോകണമെന്ന്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോകും. എൻ്റെ റീസെൻറ്റ് കവർ സോങ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഐമാക് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഓനാണ് എനിക്ക് എപ്പോഴും മിക്സൊക്കെ ചെയ്ത് തരല്, പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ കൊണ്ടോട്ടിയിലാണ് സ്റ്റുഡിയോ. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ പോലുണ്ട് ചിലപ്പോൾ ഒക്കെ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കെ പിയോട് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ, എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല ബ്ലഡി ബർഗർ. അതുകൊണ്ട് ബ്ലഡി ബർഗർ ഇന്ന് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാൻ. സോ ഇന്ന് രാവിലെ പോവാണ്. സോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ രാത്രിയാണ് എൻ്റെ ട്രെയിൻ. അപ്പോൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ചെറിയ എങ്ങനെയാണ് സ്റ്റുഡിയോയിലൊക്കെ മിക്ക പേർക്കും അറിയായിരിക്കും സ്റ്റുഡിയോയിലൊക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നും മിക്സ് ചെയ്യണതെന്നൊക്കെ. എങ്കിലും അതിൻ്റെ ചെറിയ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നിന്നപ്പോഴാണ് നല്ല അടിപൊളി മഴ വീണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ ബൈ ദ വേ ഇന്നലത്തെ നമ്മുടെ പരിപാടി നല്ല ഉഷാർ പരിപാടിയായിരുന്നു. നല്ലതായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാ പരിപാടിയും പോലെ തന്നെ അടിപൊളിയായിരുന്നു. നമ്മൾ AV അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറഞ്ഞിട്ട് ആളുടെ ഫാമിലിയാണത്, ഹെറിഡിറ്ററി ആണ്. അപ്പോൾ ആളുടെ കൊച്ചുമക്കൾ അവർക്കാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ ഓരോ വീട്ടിലേക്കാണ് നമ്മൾ പോയത്. നല്ല നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമായിരുന്നു നമ്മളോട്. അതായത് യൂഷ്വലി നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ ചെറുതായിട്ട് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്, ഇവിടെ നിന്നുള്ള യാത്രയും തിരിച്ചു വരലുള്ള യാത്രയൊക്കെ. പക്ഷേ ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് ഇറങ്ങിയതും. അതിന് മുന്നത്തെ ദിവസം 12 മണിക്ക് ശേഷം ഇറങ്ങി, ഇന്നലെ 12 മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തി. ലൈക്ക് ഒരു ദിവസത്തിൽ തന്നെ പോയി വന്നു. പക്ഷെ നമ്മളത് യാത്രയൊന്നും അറിഞ്ഞിട്ടില്ല. അത്രയും നല്ല പീസ്ഫുൾ യാത്രയായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ അധികം വർത്താനമൊന്നും പറയണില്ല, സംസാരിക്കണമൊന്നുമില്ല അധികം. കാരണം ഈ പരിപാടിക്ക് പോകുമ്പം നമുക്ക് ഒത്തിരി വർത്താനം പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ പിന്നെ സൈലൻറ്റ് വ്ളോഗിനെ പ്രണയിക്കുന്ന ആളായത് കൊണ്ട് ഐ ഡോണ്ട് ടോക്ക് മച്ച്. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് ആയിട്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ അതിനൊരു വൈൻഡപ്പും ചെയ്തിട്ടില്ല വീഡിയോ. സത്യം പറഞ്ഞാൽ രാത്രി പിന്നെ അവിടെ നമ്മൾ കയറി ഭയങ്കര ടയേർഡായിപ്പോയി. സത്യം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ക്യാമറ ഒന്നും എടുത്ത് വേറൊരു ഷോട്ടും കൂടി എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെന്താ വെച്ചാൽ എനിക്ക് എല്ലാവരും ഒപ്പം മൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ എനിക്ക് പൊതുവേ എന്താ പറയുക, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടയേർഡായി വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്താ പറയുക, ചിലപ്പോൾ അനാൻക്ക് നല്ല ടയേർഡായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് വീഡിയോ എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്താ പറയുക ഞാൻ പിന്നെ അതിനൊരു വൈൻഡപ്പ് വീഡിയോ എടുത്തിട്ടില്ല. അതൊരു അബ്രപ്റ്റ്ലി എൻഡ് ചെയ്യുവാണ് ആ വീഡിയോ. സോറി അബൌട്ട് ഇറ്റ്. എന്താ പറയുകയെന്ന് വെച്ചാൽ പിന്നൊന്നുമില്ല, അത്രയ്ക്ക് വിശേഷങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നൽകിയപ്പി പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ. അപ്പം ഉമ്മച്ചിയോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം കേട്ടോ. ഉമ്മച്ചി ചിലപ്പം വീഡിയോയ്ക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. ഞാൻ എന്നാൽ പറഞ്ഞിട്ട് പയ്യൊക്കെ പറഞ്ഞിട്ട് വരാം. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. ആരാ ഞാനൊന്നും എടുക്കാൻ വന്നിട്ടില്ലല്ലോ. ലാപ്ടോപ്പ് എടുത്തു. എൻ്റെ ബാഗ്. അഫി ബൈ പറഞ്ഞ. എവിടെയാ രാവിലെ സോറി സ്കൂളിലാണല്ലോ പോണത്. സ്കൂളിൽ പോണേ. അപ്പം എന്തായാലും ഇൻഷാല്ലാ അടുത്ത ആഴ്ച കാണാം കേട്ടോ. ബൈ.
ഇതകത്തേക്ക് വെക്കോ? എനിക്ക് വീടിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ബൈ. കേട്ടിട്ടുണ്ടേ? ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ. Did I take everything? ലാപ്ടോപ്പ് എടുത്തു, പെട്ടി എടുത്തു, ബ്രൗൺ ബാഗ് എടുത്തു. ആരാ ഗേറ്റിന് പുറത്തോ? ആ ചാടിയുണ്ട്. ലാപ്ടോപ്പ് എടുത്തു, എല്ലാം എടുത്തു. എനിക്ക് മറവിയുടെ അസുഖം വളരെ കൂടുതലാണ് ഈയിടെയായിട്ട്. എവിടെയെങ്കിലും പോയാലും ഞാൻ എന്തെങ്കിലും അവിടെ വെച്ച് മറന്നിട്ട് വരാം. കുറച്ച് ആയി ഇപ്പോഴും സംഭവിക്കും. അതുകൊണ്ട് ഭയങ്കര ഫോമാണ് എനിക്ക് ഈയിടെയായിട്ട്. ലൈക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഒന്ന് പിടിച്ചേ, ബെറ്റർ ഇട്ടെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാത്തിമ ബെൽറ്റ് ഇടുന്നതാണ്. അതായത് ഞാൻ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് വരുമോ? ഇവിടെ കുഴപ്പമില്ല. അല്ല, കുറച്ച് ദിവസമായിട്ട് പരിപാടിക്ക് പോകണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് 4-5 തവണയൊക്കെ ചെക്ക് ചെയ്യും എന്തേലും ഉണ്ടോ എന്ന്. എന്നിട്ട് ഇത്ര ചെക്ക് ചെയ്താലും ഞാൻ മറന്നു വെക്കുക. അതെനിക്ക് എന്താ അറിയാത്ത. രാവിലെ ഞാൻ പണിക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഫാത്തിമയും കൊണ്ട് പോണത്. ഇന്നത്തെയും പോലെ വീണ്ടും പണിക്ക് പോവുകയാണ്. പാവട്ടോ, രാവിലെ എല്ലാ ദിവസവും രാവിലെ 8 മണി. എത്ര മണിക്കാണ് യൂഷ്വലി പോണത്? ഞാൻ 8-8:30 ചിലപ്പോൾ 9 മണിയാവും. ഞാൻ എണീക്കാൻ ചിലപ്പോൾ 8:30 അപ്പോൾ ഫാത്തിമനോട് അന്നൊരു സങ്കടം പറഞ്ഞപ്പോൾ ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റാതെയാണ് ഞാനിന്ന് 7 മണിക്ക് എണീറ്റ്. കാരണം ഞാൻ മെനിഞ്ഞാന്നൊട്ടേ കുറെ 2 ദിവസമായിട്ടേ പോവാൻ വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഒരു സൂചന കൊടുത്തിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉള്ള സാധനം ഉള്ളതുകൊണ്ട് അലാറം അടിച്ചാലും ചിലപ്പോൾ അറിയില്ല, ഫോൺ വിളിച്ചാലും അറിയില്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങും. പോയി പക്ഷെ വന്ന് റിസ്ക് എടുത്തിട്ട് എന്ത് റിസ്ക് എടുത്തിട്ട് വരുന്ന ഞാൻ വിളിച്ചപ്പോ എണീക്കുന്നല്ലേ ഉള്ളൂ. എനിക്ക് തോന്നി. അല്ല, അപ്പോഴേക്കും എന്റെ അലാം അടിച്ചിരുന്നു. അപ്പോഴെനിക്ക് വിളിച്ചു. അപ്പോ ഞാൻ ഇപ്പൊ എന്തോ പറയാൻ വന്നാലോ. ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാലേ, ഇവിടെ കിടന്നുറങ്ങുന്നവർക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. കാരണം ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഒരു ഇരുണ്ട അറ്റ്മോസ്ഫിയർ. അത് ഇതൊക്കെ കണ്ടില്ലേ, കണ്ണിക്കൊന്നും വെളിച്ചടിക്കില്ല. ആംബിയൻസ് ഭയങ്കര തണുപ്പും വെളിച്ചമില്ലായ്മയാണ് നമുക്ക് ഉറങ്ങാൻ ഏറ്റവും സുഖം. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അലക്കിയൊക്കെ എങ്ങനെയാണ് എണീറ്റ് പോണത്. എന്റെ വീട്ടിലാണെങ്കിൽ കണ്ണൊക്കെ വെട്ടടിച്ചിട്ട് ഞാൻ വേഗം എണീക്കും. പോവാണ്ടിരിക്കാൻ പറ്റില്ല, പോയല്ലേ പറ്റൂ. ജനത എല്ലാരും പണിയെടുക്കും. നമ്മളെ കുഴപ്പമില്ല. അതായത് എല്ലാത്തിനും എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട്. ഇല്ല പറയുന്നില്ല. എന്നാലും എന്നെ സമ്മതിച്ചു കേട്ടോ. അത്രയും ബുദ്ധിമുട്ടി ഈ ചില സമയത്തൊക്കെ 11 മണി വരെയൊക്കെ ഓഫീസിൽ ഇരിക്കലില്ലേ? 10 മണി വരെയൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം 10 മണി വരെ ഇരുന്നു. അതുകൊണ്ട് ഇന്നലെ ഓഫ് എടുത്തല്ലേ? ഏട്ടാ, എനിക്ക് ഓൺ ദ വേ ചായ വേണം. നിർത്തി തരുമോ? നിർത്തി തരാൻ കേട്ടോ. കണ്ടിട്ടില്ല, നല്ല മഴയാണ്. ഈ മഴയത്തൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നീ എന്ത് പാടും? നമ്മൾ പാട്ട്. അയ്യോ വേണ്ട, അത് വേണ്ട. ഞാൻ പാടി കോപ്പറേറ്റ് കിട്ടി. വേറെ മയിൽ ചേലുള്ള പെണ്ണേ നിന്നെ തന്നെ നോക്കി ഞാൻ കണ്ടു നിന്നെ ആയിരുന്നേ. കരയാനോ അല്ല കരവാണോ അല്ല ഒരു നാളും മറന്നു കഴിഞ്ഞില്ല. മഴയേ ഓ മഴ
ഈ മഴയത്ത് മഴ വെച്ചിട്ട് പാട്ട് പാടുക. ആർക്ക് സ്റ്റോപ്പ് ആവണം? മഴ വെച്ചിട്ട് കുറെ പാട്ടിട്ടെ. ഈവൻ മഴ ഒരു വേർഡ് വരുന്ന ബിഗിനിങ്ങിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. മഴ പെയ്യണോ മഴ പെയ്യണോ മഴ തെന്നി തെന്നി പാറണോ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാം ഇടയ്ക്കിടയ്ക്കൊക്കെ. ആ, ഇനി അടുത്ത നീ. മഴയേ 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 മനസ്സിൽ മഷിയായുതിരും നിലവേ നിറയും പാടും തെങ്ങിനവേ നിലവേ നീറും നിലവേ. അടുത്ത് ഞാനല്ല ചലഞ്ച് തുടങ്ങി, ഇയാണ് ചലഞ്ച് തുടങ്ങി. നീ സ്കിപ്പ് അടിക്കണ സ്കിപ്പ് അടിച്ചാൽ ഞാൻ പാടിക്കോളാം. ഏതോ മഴയിൽ നനവോടെ നാം ഒന്നു കണ്ടു, തീരാമൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു, ഈറൻ കാറ്റിൽ വെള്ളി ചായും മഞ്ഞിന്റെ ഉള്ളിൽ, ഈറൻ കാറ്റിൽ വെള്ളി ചായും മഞ്ഞിന്റെ ഉള്ളിൽ, ഉണരും പൂക്കളായിടാ പകരുകൾ തീരാതെ മധുമഴ തോരാതെ ചിറകറിയാതെ ഒന്നാകുന്നേ. ഓക്കേ, നെക്സ്റ്റ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൾ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളേ. നെക്സ്റ്റ്. മനസ്സിൻ വിതുന മഴ പൊഴിയും മഴയിൽ ഒരു മയിലിൻ അലസലാസ്യം, ഹരിതവനിയിലൊരു ഇടയ്ക്ക് ഒന്ന് സ്റ്റോറേജ് കട്ടായി പോയി, കുഴപ്പമില്ല. നീ ഏനോ പാടി? ഞാനല്ലേ പാടിയത് മനസ്സിൻ വിതുന മഴ? ആ, ഇനി നീയാ. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ ഈരം മുടി ചേരും വീണ്ടാമതും ഒരു സ്റ്റോറേജ് തീർന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാടിയ മഴത്തുള്ളികളാണ് ഞാൻ പാടിയത്. ഇത്രയും പാടിയല്ലേ എന്താ, ഞാനാണ് റിസ്ക് എടുത്തത്. കാരണം ഫുള്ളും മഴ വെച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഫാത്തിമ ഇടയിൽ മഴ വരുന്ന വരികളാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, അത് ഞാൻ ആദ്യമേ നോർമലൈസ് ചെയ്തതാ. പാസ് പാസ് പാസ്. ഞാൻ പാടും ടൈം ഔട്ട് ആയിട്ടോ. 10 വരെ എണ്ണം. 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞു. മഴമേഘം മനമുരുകി ഉരുകി അകലെ മഴയുമൊഴിയാകെ, മിഴിയേതോ വിരൽ ദൂരം കാണുമോ, കടലോളം മോഹമോ, അവളാകും തീരമേയൊന്ന് പുൽകാനും, അവളാകും വരുവാകും. മതി, ഇനി വലിയ ഇത് മഴമേഘം മറ്റേ ഡിയർ കോമ്രേഡോ എത്തിയാണ്. 1 2 3 4 5
6 7 8 9 10. മഴ വരുത് മഴ കൊണ്ടുവാ നാനേനും താനാനിരേണം. മഴ വരുത് മഴ കൊണ്ടുവാ താനാന. എന്റെ ഐഡിയ ആയിപ്പോയി. ഇതിലേക്ക് കാണിച്ചു തരായിരുന്നു. ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ഇല്ല. എന്റെ അടുത്ത് സ്റ്റോക്കോട്ടെ. ഈ പാടി ഈ ഒന്ന് പാടാദ്യം. ഇല്ല, നമുക്കൊന്നും കിട്ടില്ല. സമയം വെക്കണില്ല, ഈ പാടിക്കും. ഈ പാടിയിട്ട് ഞാൻ പറഞ്ഞോളൂ. മറ്റേ എന്റെ ഫാൻസിന് വിഷമോ. എന്റെ ഗ്രാഫൊന്നും തെറ്റിക്കേണ്ടിരുന്നുള്ളൂ. ഫസ്റ്റ് മഴ ഇല്ലാതെ ആക്കണം എന്നുള്ളൂ. ഞാൻ പാടത്തെ. മുത്തുമഴ കൊഞ്ചൽ പോലെ തൊട്ടൊരുങ്ങും തെന്നൽ പോലെ നെഞ്ചിൽ ഓരോമൽ പാട്ടുമായി എൻ മുന്നിൽ വന്നതില്ലേനോ ഓ പാടിന്നോട്ടോ. ഓ മാത്രം തന്നെ പാടിന്നോ. ഇനിയാണോ? അടിപൊളി. ഇനിയാണോ? ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ. ഓലമായി നരത്തുള്ളിയായി പുഴയിൽ കൂടെ കണേ പോണ്. അതെനിക്ക് മനസ്സിലാവാത്ത. ഇനിയുണ്ടോ പാട്ടുണ്ടോ? ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട് നിലാപ്പുഞ്ചി മഴ. അത് പിന്നെ ഇങ്ങനെ പാടണ്ട വെച്ചിട്ടാ, എല്ലാരും പാടണല്ലേ. ഫാത്തിമ തോറ്റതായി വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. നമ്മള് സ്കൂൾ ഓഫ് ഐഡിയാസിലേക്ക് മാറ്റി നിർത്തുകയാണ് ഞാൻ. പ്രൊമോഷൻ ആയിക്കോട്ടെ. മഴ ഓടിക്കോ 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 ഓടിക്കോ. ഹലോ ഗായ്സ്, ഒരു കൊടയൊക്കെ എടുത്തൂടെ എനിക്ക്? ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് എൻ്റെ ഓഫീസിലാണ്. ഫാത്തിമയ്ക്ക് എൻ്റെ ഓഫീസ് ദർശിക്കണമെന്ന് വലിയ ആഗ്രഹം. ദർശനത്തിന് വന്നതാണ് ഞാൻ. അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങൾ പുതിയൊരു സംഭവം വരുന്നുണ്ട് അവിടെ. എന്താ? ഞങ്ങളൊരു പുതിയൊരു സ്ഥാപനം വരുന്നുണ്ട് ഇവിടെ. പിക്കാസോ ക്ലൗഡ്സ്. എന്തിനു മേലും പിക്കാസോ ക്ലൗഡ്സ്. മെനു വാശാണ് കേട്ടോ ആള്. പക്ഷേ നല്ല എസ്തെറ്റിക് ഓഫീസാണ്. ആരാ ഉറങ്ങണേ?
ഫാത്തിമനെ അറിയോ? നമ്മളെ വലിയ പാട്ടുകാരിയാണ്. ശരിടാ, ഓക്കെടാ. ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ പയ്യോളി. അയ്യോളി. KP പറ്റി എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നല്ല മാഷാണോ? കഷ്ടം റിസൈൻ ചെയ്തോളാം. തന്നെ KP ഇന്നലെ മെസ്സേജ് ഉണ്ടെങ്കിൽ ഇവിടെ എവിടെ ഇപ്പോഴും രാവിലെ വിളിച്ചിരിക്കണം. ആര് വിളിച്ചേ? KP ഇല്ലെങ്കിൽ ഇവിടെ ഒരു ദിവസം മുന്നോട്ട് പോവില്ല എന്നാണ് ഇവര് പറയുന്നത്. കേട്ടോ. ചില്ലറുണ്ടോ? അല്ല 10-20 രൂപ മതി. എന്റെ വിശേഷം വളരെ നല്ല വിശേഷം. വളരെ നല്ല രീതിയിൽ സ്ഥാപനത്തിൽ വന്നിരിക്കുകയാണ്. അതെ, ഭയങ്കര എസ്തെറ്റിക് ഓഫീസാണ് കേട്ടോ നിങ്ങളുടെ. താങ്ക് യു സോ മച്ച്. നല്ല രസമല്ലേ? ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് ഇടുന്ന വീഡിയോ ഒക്കെ എടുത്തൂടെ? അല്ല വ്ളോഗ് കവറൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സാറിന്റെ ഉള്ളിലായിരിക്ക. അത് ചെയറ്, KPന്റെ ചെയറാണ് ഈ ഫസ്റ്റത്തെ. ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിയാ മതി. ഫുഡ് 4 സാറുമാരായിരിക്ക. ഒരാൾക്ക് കിടക്കും, ഒരാൾ കിടക്കാണ്. രസം കേട്ടോ. നല്ല എസ്തെറ്റിക് ഓഫീസ്. വരുന്നുണ്ടാവും. ഞങ്ങളെ കണ്ണ് പഠിച്ചല്ല. കൈവിശി അവരെവിടുന്ന് വരുന്നേ? ഞാൻ ആക്ച്വലി 2 ദിവസമായി വന്നിട്ട്. 1-2 കുറെ പരിപാടി ഉണ്ടായിരുന്നു. 3 പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ വൈകിട്ട് തിരിച്ച് നാട്ടിൽ പോവാ. അപ്പൊ തമാശകൾ ഫലിതങ്ങൾ. ഇനി ഫുഡ് കഴിക്കണം, പോണം. ഒരു പാട്ടൊക്കെ പാടി പാട്ട് പഠിക്കാം. ഫുഡ് വാങ്ങി തരല്ലേ? ഫുഡ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഉച്ചക്ക് ഫുഡ് 1 മണിയാവണ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ അലാറം വരും. KPന്റെ ഗ്രൂപ്പില് 12:59 1 മിനിറ്റ് ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ കണക്കെടുപ്പ് നടത്തും. ആർക്കൊക്കെ ചിക്കൻ, ബീഫ്, ബിരിയാണി. എന്നിട്ട് അവിടെ ആർക്കാണുള്ളത് അതിനടുത്ത് ഞങ്ങൾ സ്ഥലം പിടിക്കും. ഏതും ഏതാ പാടപ്പം? हमेशा चांद है तो दिल जला सा मैं अंधेरा एक तुझे के लिए है नींद मेरी ख्वाब तेरा तू घटा है पुहार की मैं खड़ी इंतजार की अपना मिलना लिखा इसी बरस है ना जो मेरी मंजिलों को जाती है तेरे नाम की कोई सड़क है ना जो मेरे दिल को दिल बनाती है तेरे नाम की कोई धड़क है ना. താങ്ക് യു. ഞങ്ങളെ ഓഫീസിൽ വന്ന് പാട്ട് പാടി തന്നെ പറ്റിയ ഫാത്തിമയ്ക്ക് ഒരുപാട് നന്ദി.
മുടിന്റെ കളർ വരെ നോക്കി വെച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. പുതിയ ജോയിൻ ചെയ്യാൻ വിചാരിച്ച് പെട്ടെന്ന് സന്തോഷിച്ചില്ലേ? അപ്പൊ ഞാനങ്ങോട്ട് അപ്പൊ ഗൈസ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടച്ചോ വഴിയെ കാണാം. താങ്ക് യു സോ മച്ച്. എടുക്കാലോ, വൈകിട്ട് കാണാം. എനിക്ക് ചായ കാപ്പിയൊക്കെ വാങ്ങി തന്നതിൽ നന്ദിയുണ്ട്. ഐമാക് പ്രൊഡക്ഷൻസ് എൻ്റെ ഇപ്പം അടുത്തുള്ള ഒരുവിധമുള്ള എല്ലാ കവർ സോങ്സും ഷിബിൽ തന്നെയാണ് ചെയ്തത്. കുറച്ചുകൂടെ ബാക്കോട്ട് ഇടുമോ? तू है इरादा आधी में तुझ में मुझ में तू आए मैं आधी में तुझ में തൊട്ട് തുടങ്ങും. तेरे दिल की आवाज में हूँ तू हौसला है तू है इरादा आदि में तुझ में मुझ में तू आदा है तेरा सपना तू मेरा वादा हाय मैं मरी जाऊं जो तुझको ना पाऊं बातों में तेरी मैं फोटो पे लम्हा लम्हा है नाम तेरा है तुझको निगाहूं मैं പസിത ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യൂ. എങ്ങനെയുണ്ട് നോക്കാം. എവിടെ നിൽക്കുന്നത് പാടുമ്പോ? എവിടെ നിൽക്കും? ഇരുന്നാ പാടുന്നത്? ഏതാ? ആ तू हौसला है तू है इरादा आदि में तुझ में मुझ में तू आधा टूटू न मैं भी मुझ है तू हौसला है तू है इरादा की आवाज में हूँ अल्लाह ഒന്നുകൂടെ आके झुका के सुन ले मुझे तू मैं तेरे दिल की आवाज में हूँ तू है इरादा आधी में तुझ में मुझ में तू आधा टूटू न मैं भी टूटी न तू भी मैं तेरा सपना तू मेरा वादा हाय मैं एक लम्हा लम्हे पोई ഹായ് ഹലോ. അപ്പോൾ എൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. കേപ്പിയുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് പോലീസ് സ്റ്റേഷൻ കേപ്പിയുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്കല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് കേപ്പി തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഇന്ന് നമ്മളൊരു കവർ സോങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉടനെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും. എല്ലാവരും കേൾക്കണം, കാണണം, അതെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നാ എനിക്കറിയാം. എല്ലാവരും കെ പി ഉഷാറാവൂ എന്ന് പറയണം. എന്നാലേ കെ പി ഇനി ബാക്ക് ടു നോർമലിലേക്ക് ആവുള്ളൂ. കുറച്ച് അബ്നോർമലായിട്ട് ഇരിക്കുകയാണ് രാവിലെ തൊട്ട്. സാരമില്ലടാ, ശരിയാവും. ഇതൊക്കെ പാട്ടും ജേർണി. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈക്ക് എൻ്റെ ഫേവറേറ്റ് ടീ ആണല്ലോ ടീ ടോക്ക് പ്രൊമോഷനൊന്നുമല്ല, അടിപൊളി ചായയാണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞില്ല നിന്റെ കിളിയോ പറഞ്ഞോണ്ട് ഒമ്പരക്കാണ് ട്രെയിന്. ഉറക്കെ പറഞ്ഞോ കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും 28-ാം തീയതി അടുത്ത ഇവന്റിന് വെച്ചിട്ട് കാണാം. സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.